ട്രിപ്പ് ബുക്ക് ചെയ്യാൻ കൂടുതൽ വ്യക്തികളും ആശ്രയിക്കുന്നത് ഓൺലൈൻ ടാക്സി സേവനങ്ങളെയാണ്. എന്നാൽ ഇപ്പോൾ ഓൺലൈൻ ടാക്സികൾക്കെതിരെ വ്യാപകമായ പരാതികളാണ് ഉയരുന്നത്. ട്രിപ്പ് ബുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിന്റെ തരമനുസരിച്ച് ഓൺലൈൻ ടാക്സി സേവനങ്ങൾ വ്യത്യസ്ത നിരക്ക് ഈടാക്കുന്നു എന്നാണ് പരാതി. മൊബൈൽ ഫോണിനനുസരിച്ച് ഈടാക്കുന്ന തുക വ്യത്യാസപ്പെടുത്തുന്നുവെന്ന പരാതിയിൽ ഓൺലൈൻ ടാക്സി ആപ്പുകളായ ഓല, ഊബർ, റാപ്പിഡോ എന്നിവയോട് വിശദീകരണം തേടി. ആൻഡ്രോയിഡ് ഫോണുകളിൽ നിന്നുള്ള ബുക്കിംഗുകൾക്കും ഐഫോണുകളിൽ നിന്നുള്ള ബുക്കിംഗുകൾക്കും വ്യത്യസ്ത നിരക്കുകളാണ് ഈടാക്കുന്നതെന്നാണ് ആരോപണം. കേന്ദ്ര കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി 2 കമ്പനികളോടും നിരക്ക് നിർണയത്തിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഡൽഹിയിലെ വ്യവസായ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഈ ആരോപണം ഉന്നയിച്ചതാണ് സംഭവം കൂടുതൽ ഗൗരവതരമാക്കിയത്. ട്രിപ്പ് ബുക്ക് ചെയ്യുന്ന ഫോണിന്റെ ബാറ്ററി ചാർജ് നിലയെക്കുറിച്ചും നിരക്കുകളിൽ വ്യത്യാസമുണ്ടാക്കുന്നതായി പരാമർശമുണ്ടായിരുന്നു. ഈ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വൻ ശ്രദ്ധ നേടിയതോടെ നിരവധി ഉപഭോക്താക്കൾക്ക് സമാനമായ അനുഭവങ്ങൾ പങ്കുവച്ചാണ് പ്രതികരിച്ചത്. ഉപകരണങ്ങൾക്കനുസരിച്ച് നിരക്കുകൾ വ്യത്യാസപ്പെടുന്നത് വിവേചനപരമാണെന്നും ഈ രീതിയുടെ വിശദീകരണം നൽകണമെന്നും നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ അവകാശവാദങ്ങൾ യൂബർ നിഷേധിച്ചിട്ടുണ്ട്. പിക്കപ്പ് പോയിന്റുകൾ, ലക്ഷ്യസ്ഥാനത്തിലെ ട്രാഫിക്, യാത്രയുടെ ദൈർഘ്യം തുടങ്ങിയവയെ ആശ്രയിച്ചാണ് നിരക്ക് നിർണയമെന്നും ഉപകരണങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നില്ലെന്നും കമ്പനി പറഞ്ഞു. ഉപഭോക്തൃ സംരക്ഷണത്തിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ഉപഭോക്തൃകാര്യമന്ത്രി പ്രഹ്ലാദ് ജോഷിയും വ്യക്തമാക്കി. ഉപയോക്താക്കളെ ചൂഷണം ചെയ്യുന്ന സാഹചര്യത്തിൽ മറുപടി അനുകൂലമല്ലെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.